ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ CGL 2025 വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ നല്ല ക്വസ്റ്റ്യൻസ് പുതിയ പാറ്റേണിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ക്ലാസ് ആദ്യം മുതൽ ഫുള്ളായിട്ട് കാണുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്, ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ ഇത് SSCക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത ശേഷം ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. ഓക്കെ, നമുക്ക് ചെയ്യാം. ട്രിഗ്നോമെട്രിയിലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. An airplane while flying at a height of 5,000 meters from the ground passes vertically above another airplane at an instant when the angle of elevation of two airplanes from the same point on the ground are 60 and 45 respectively. The vertical distance between the airplane. അപ്പോൾ ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ആ ഒരു ഫിഗർ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു 80% ഓഫ് പ്രോബ്ലം എന്തായി, സോൾവ് ആയി. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു എയ്റോപ്ലെയിൻ ഉണ്ട്. അത് എയർപ്ലെയിൻ എന്താണ് 5,000 മീറ്റർ എബോ ആണ് എന്ത് ചെയ്യുന്നത്. ഇത് ഗ്രൗണ്ട് ആണെന്ന് വെച്ചോ. ഗ്രൗണ്ടിൽ നിന്നും 5,000 മീറ്റർ എബോ ആണ് അത് പറക്കുന്നത്. അപ്പം അങ്ങനെ പറക്കുന്ന സമയത്ത് വെർട്ടിക്കലി എബോ അനദർ എയർപ്ലെയിൻ അറ്റ് ആൻ ഇൻസ്റ്റന്റ് വെൻ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടു പ്ലെയിൻസ് ഫ്രം ദ സെയിം പോയിന്റ്, ഈ പോയിന്റ് ആണെന്ന് വെച്ചോ. ഗ്രൗണ്ട് ആർ 60 and 45. അപ്പോൾ എപ്പോഴും വലിപ്പം കൂടുമ്പോൾ ഇത് 60 ആണെങ്കിൽ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ പോയിന്റ് ആണെന്ന് വെച്ചോ. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ നിന്ന് 45 വരുന്ന ആ ഒരു പോയിന്റിലാണ് ആര് നിൽക്കുന്നത്, വേറൊരു എയർപ്ലെയിൻ നിൽക്കുന്നത്. ഈ ആംഗിൾ എത്രയാണ്, ഇത് 45 ഡിഗ്രിയാണ്. ഇതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് 65 45 ആണ്. ഇത് ടോട്ടൽ 5000 ആണെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ട്. 90 30 60 ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ 90 60 30 ആണെന്ന് വെച്ചോ. ഈ ട്രയാങ്കിൾ ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റും 60യുടെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും, √3 യൂണിറ്റും ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അതുപോലെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരാംഗിൾ 90, ബാക്കി രണ്ടും 45 45 ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സൈഡിൻ്റെ റേഷ്യോ 1:1:√2 ആയിരിക്കും റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഞാൻ ചെറിയ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇത് 90 ഡിഗ്രിയാണ് വെർട്ടിക്കൽ ആയതുകൊണ്ട്. ഇത് 45 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 45 ആയിരിക്കും. അപ്പോൾ ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് ആണ്, 1 യൂണിറ്റ് ആണ്. ഒന്നാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 കൊടുത്താൽ ഇതും എന്താണ്, സെയിം തന്നെ, ഇതും 1 ആയിരിക്കും. 2 ആണെങ്കിൽ 2 ആണ്, 3 ആണെങ്കിൽ 3 ആണ്. 1:1 റേഷ്യോയിലായിരിക്കും ഉള്ളത്. ഇനി ഈ വലിയ ട്രയാങ്കിൾ നോക്കേ, ചെറിയ ട്രയാങ്കിളിന് വേണ്ടിയിട്ട് വലിയ ട്രയാങ്കിൾ ഇവിടെ 60, ഇവിടെ 90, ഇവിടെ 30. വലിയ ട്രയാങ്കിളിൽ 30ന് ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ ഓൾറെഡി ഇവിടെ 1 യൂണിറ്റ് ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് തന്നെ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ഇത് √2x ആണ്. 30ന് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3x ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താണ്, √3 ആണ്. അപ്പോൾ 1 ആയതുകൊണ്ട് ഇവിടെ എന്താണ്, ഇവിടെ നേരത്തെ ചെറിയ ട്രയാങ്കിളിലും 45 45 90 ട്രയാങ്കിൾ നോക്കിയ സമയത്ത് ഇത് 1 ആയിരുന്നു. 30 60 90 നോക്കുമ്പോൾ സമയത്ത് എന്താണ്, ഇത് 1 തന്നെയാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് സെയിം ആക്കണം. അപ്പോൾ ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ 60ൻ്റെ ഓപ്പോസിറ്റ് ഫുൾ എന്താണ്, √3 യൂണിറ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി, മൊത്തത്തിൽ √3 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ വരെ ഉള്ളത് 1 യൂണിറ്റും, അപ്പോൾ ഇത് എത്ര പാർട്ടായിരിക്കും, ടോട്ടൽ √3 - 1 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അവിടെ തീരുകയാണ്. അവിടെ പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർപ്ലെയിൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് √3യുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എത്രയാണ്, 5000 മീറ്റർ. √3 യൂണിറ്റിൻ്റെ വാല്യൂ 5000 മീറ്റർ ആണെങ്കിൽ നമുക്ക് എത്രയാണ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ √3 - 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, 5000 × √3 - 1/√3 ഉണ്ടോ, ഇല്ല. എന്നാൽ ഒരു ഓപ്ഷൻ ഉണ്ട്, 5000 × ഈ √3 രണ്ടിടത്തും കൊടുത്താൽ √3 ഇവിടെ കൊടുത്താൽ √3/√3 3ഉം -1/√3. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. ഓപ്ഷൻ സി, 5000 × 1 - 1/√3. √3/√3 1 ആണ്, 1 - 1/√3. 5000 × 1 - 1/√3 ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയാൽ ഫിഗർ വരച്ച് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ, അത് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് എ ഹൗസ് എ ഇൻ എ സ്ട്രീറ്റ്, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദ ടോപ്പ് ആൻഡ് ഫുട്ട് ഓഫ് അനദർ ഹൗസ് ബി ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ
65 and 45 respectively. The height of house is 36 meter. Then what is the height of house B? Your answer should be nearest to integer. എന്ത് കിട്ടും? ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റിൽ ഹൗസ് എ ഉണ്ട്, ഇത് ഗ്രൗണ്ട് ആണെന്ന് വെച്ചു. ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ ഓഫ് ടോപ്പ് ആൻഡ് ഫുട്ട് ഓഫ് അനദർ ഹൗസ്. ഇപ്പോൾ ബി എന്ന് പറയുന്ന വേറൊരു ഹൗസ് ഉണ്ട്. ഈ ബി എന്ന് പറയുന്ന ഹൗസിൽ അതിൻ്റെ നീളം എന്താണ്? രണ്ടാമത്തെ എയേക്കാളും കൂടുതലാണ്. കാര്യം എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ടോപ്പിലോട്ടും നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ട് 60. ഇനി എന്താണ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് വരയ്ക്കുക. ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തന്നെയാണ്, ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്. കാര്യം പാരലൽ ലൈൻസ് ആണ്. ഇപ്പോൾ 45 ആണെങ്കിൽ ഇതാണ്, ഇതും 45 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് വെട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ബി? അപ്പോൾ ഇവിടെ ഓൾറെഡി 36 ഇവിടെ ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതും 36 ആയിരിക്കും. ഈ ലെങ്ത് കൂടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 45 ആണെങ്കിൽ ഇതും എന്താണ്? 45 ആണ്. 45 90 ട്രയാങ്കിൾ ആണ്. അപ്പോൾ 45ന്റെ ഓപ്പോസിറ്റ് 36 ആണ്. ഇത് എത്ര ആയിരിക്കും? 36 ആയിരിക്കും. അപ്പോൾ ഇതേ ലെങ്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഇതും 36 ആണ്. പിന്നെ ഇതൊന്ന് നോക്കുക, സ്ട്രേറ്റ് ലൈൻ ആണ്. 60 30 90 ട്രയാങ്കിൾ. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആണ്. അപ്പോൾ ഒന്നിന്റെ വാല്യൂ ആണ് 36 എങ്കിൽ √3യുടെ വാല്യൂ 36 √3 ആണ്. ഇവിടുത്തെ 36 ആണെങ്കിൽ ഇത് 36 √3 ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ഹൗസ് ബി? അപ്പോൾ ഹൗസ് ബിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്. അതായത് 36 √3 അധികം 36 ആണ്, അല്ലെങ്കിൽ 36 ഇൻറ്റു 1 + √3 ആണ്. 36 ഇൻറ്റു √3യുടെ വാല്യൂ 1.732 ആണ്. അപ്പോൾ കാര്യം അത്രയും കൊടുക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷനകത്ത് അടുത്തടുത്ത് 91 91 97 97 അല്ലെങ്കിൽ 1.73 മാത്രം കൊടുത്താൽ മതി. എല്ലാം അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 1.732 കൊടുത്താൽ 2.732 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ഒന്നും നടക്കത്തില്ല. കാര്യം എന്താണ്? ആൻസർ നിയറസ്റ്റ് ഇൻറ്റർ. അപ്പോൾ 36 കൊണ്ട് മൾട്ടിപ്ലൈ 32. ഓൾറെഡി CHSന്റെ ക്ലാസ്സിൽ എങ്ങനെ മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു ദയവായിട്ട് ആ ക്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കുക. മാത്സിൻ്റെ കേട്ടോ, ഈ ചാനലിലെ മാത്സിൻ്റെ ക്ലാസ്സിൽ നോക്കുക. ഒരുപാട് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ഒരുപാട്. ഏറ്റവും കിട്ടില്ല ക്ലാസ്സുകൾ കിട്ടും. 36 2 72 7, 36 108 7 115 11, 36 ഗുണം 7 11, 210 42 252 11, 263 26 72 26 98. അതായത് 98.352 അല്ലെങ്കിൽ 98 മീറ്റർ. അതിൻ്റെ അടുത്തല്ലേ വരുന്നത് 98 മീറ്റർ എന്ന് നമുക്ക് എന്ത് കൊടുക്കാം? ആൻസർ കൊടുക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഓൺ ദ ടോപ്പ് ഓഫ് എ വെർട്ടിക്കൽ ഒബ്സർവേഷൻ ടവർ ഒബ്സർവ്സ് എ കാർ മൂവിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് കമ്മിങ് ഡയറക്ട്ലി ടുവേർഡ്സ് ഇറ്റ്. ഇഫ് ഇറ്റ് ടേക്സ് 24 minutes ഫോർ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ടു ചേഞ്ച് ഫ്രം 30 to 45, ഹൗ സൂൺ ആഫ്റ്റർ ദിസ് വിൽ ദ കാർ റീച്ച് ദ ഒബ്സർവേഷൻ ടവർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം എന്താ സംഭവിക്കുന്നത്? ഒബ്സർവേഷൻ, ഒരു ടോപ്പ് ഓഫ് ഒബ്സർവേഷൻ ടവർ ഉണ്ട്, ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്, 24 മിനിറ്റ് എടുക്കുന്നുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ചേഞ്ചിങ് ഫ്രം 30 to 45. അതായത് ആദ്യമേ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര ആയിരുന്നു? 30 ആയിരുന്നു. അതെന്തായി? ഇപ്പോൾ 45 ആയി. അപ്പോൾ അടുത്തോട്ട് വരുന്തോറും ആ ആംഗിൾ എന്തായി? കൂടി വരും. ഇവിടെ 30 ഡിഗ്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തായി? ഇത് 45 ഡിഗ്രി ആയി, ഇത് 90 ഡിഗ്രി. അപ്പോൾ കാർ വരുവാണ്. അപ്പോൾ ഈ ഒരു ദൂരം സഞ്ചരിക്കാൻ, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇനി എന്ത് ചെയ്തു? 24 മിനിറ്റ് ആണ് ഇതിനെടുത്തത്. എന്താ പറഞ്ഞത്? ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇനി 24 മിനിറ്റ് എടുത്തു. എന്നാൽ ഹൗ സൂൺ ആഫ്റ്റർ ദിസ്, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇനി എത്ര സമയം എടുക്കും? ഇത് കഴിഞ്ഞിട്ട് എത്ര സമയം എടുക്കും ഇവിടെ വരെ എത്താനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് 45 ആണ്, ഇത് 45 ആണ്, ഇത് 30 ആണ്, ഇത് 60 ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇല്ലേ? റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്രയാണ്? √3 യൂണിറ്റ് ആണ്. മൊത്തത്തിൽ √3 യൂണിറ്റ് ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് മൊത്തത്തിൽ 1 യൂണിറ്റ് ആണ്. 60യുടെ ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണ്. ഇനി 45 90 ട്രയാങ്കിളോ? ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ടോട്ടൽ കാര്യം സെയിം ആക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ √3 യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്രയാണ്? 1 യൂണിറ്റ് അല്ലെങ്കിൽ എക്സ് ആണ്. √3 എക്സ് ആണെങ്കിൽ എക്സ് ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ √3 നിന്ന് 1 കുറയ്ക്കുക. √3 - 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ അവസാനിച്ചു. എന്തുകൊണ്ടാ? ഇവിടെ തന്നിട്ടുണ്ട് √3 - 1 യൂണിറ്റ് ദൂരം പോകാൻ വേണ്ടിയാണ് 24 മിനിറ്റ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്ററി മെത്തേഡ് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കുന്നതാണ്. √3 - 1 യൂണിറ്റ് പോകാൻ 24 മിനിറ്റ് എടുക്കും. എന്നാൽ ഈ 1 യൂണിറ്റ് പോകാൻ എത്ര സമയം എടുക്കും? അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 24/√3 - 1. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 24/√3 - 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മേളിലും താഴെ
കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള √3+1 ഗുണിക്കുക. ഈ ബേസിക് കാൽക്കുലേഷനൊക്കെ നിങ്ങൾ എനിക്കൊന്ന് റെയിൽവേ ജെയ്ക്ക് വേണ്ടി ഞാൻ കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കാണാൻ പറ്റുമെങ്കിൽ കാണുക കേട്ടോ. √3+1 മേളിൽ 4 ഗുണിക്കുക. അപ്പം മേളിൽ എന്താവും 24 × √3+1 ഡിവൈഡഡ് ബൈ √3 - 1 √3+1 a - b × a + b, a² - b² ആണ്. അപ്പോൾ 3 - 1 2 വരും. ഇത് രണ്ടും വെട്ടിപ്പോയി 12 × √3+1. അപ്പോൾ ഞാൻ ഇവിടോട്ട് എഴുതാം 12 × √3ക്ക് എനിക്ക് എന്ത് കൊടുക്കാം? ഓപ്ഷൻ അത്യാവശ്യം ദൂരമുണ്ട്. 1.73 എന്ന് കൊടുക്കാം. 1.73 1 + 1.73 2.73 എന്ന് കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 6 3 84 84 3 87 8 24 8 32 32 പോയിന്റ് സംതിങ്. ഇത്രയും മിനിറ്റ് 32 പോയിന്റ് സംതിങ് മിനിറ്റ് അവിടെ ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ മാർക്ക് ചെയ്തിട്ട് പോകാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത യെസ് ഇത് ചെയ്യാൻ പറ്റും. നോക്കേ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഓപ്ഷനൊക്കെ നമുക്ക് ടാനും കോട്ടും ഒക്കെ കിടക്കുവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞത്. ഒരു പോള് സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ എ റോഡ് വിച്ച് ഗോസ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. P, Q are 2 points towards the north and south of the pole such that PQ equal to B and the angles of elevation of top of the pole from P, Q are beta and alpha ഉണ്ട് കേട്ടോ. ആൽഫ ആൻഡ് ബീറ്റ ആൻഡ് ആൽഫ റെസ്പെക്റ്റീവ്. then the height of the pole is true. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു പോൾ എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു. ഒരു പോൾ നിൽക്കുകയെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഒരുപാട് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വാരി ചെയ്യേണ്ട. അത്യാവശ്യം ലെവൽ ചെയ്യുക, അത് മതി. ഒരുപാട് അങ്ങ് ലെവലിലോട്ട് കയറി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു പോള് വെർട്ടിക്കലി ഓൺ എ ഗ്രൗണ്ട് റോഡിൽ നിൽക്കുന്നു വിച്ച് ഗോസ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ആയിക്കോട്ടെ, നോർത്ത് സൗത്തിൽ പോകുന്നു. P and Q are 2 points towards the north and south. അപ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ റോഡാണെങ്കിൽ നോർത്തിൽ P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, സൗത്തിൽ Q എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. PQ എന്താണ്? ടോട്ടൽ. PQന്റെ ലെങ്ത് ടോട്ടൽ B ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾസ് ഓഫ് എലിവേഷൻ ടോപ്പ് ആൻഡ് ഫ്രം P and Q are ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, P and Q are ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയും ബീറ്റയാണ്. പിയിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ ആൽഫ ആണെങ്കിൽ ഇതെന്താണ്? ബീറ്റയാണ്. ഇതെന്റെ ഹൈറ്റ് ഓഫ് ദ പോൾ. നമുക്ക് ഈ ഒരു പോളിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്ര വലിയ പ്രയാസം ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ആൽഫ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി 90 ഡിഗ്രി. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? ഈ ലെങ്ത് എന്തായിരിക്കും? വേറെ ഒന്നും ആലോചിക്കണ്ട. ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കിത് ഹൈറ്റ് h ആണ്. അപ്പോൾ ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എച്ചിന്റെ ടേംസിൽ എഴുതാം. ഇത് നോക്കിയേ, നിങ്ങൾ ഇതൊരു 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. ഇത് തീറ്റ ആണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് എക്സും ഇത് എ ഇത് ബി ഇത് സി ആന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ ഈ ലെങ്ത് വേണം. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഞാൻ കോട്ട് തീറ്റ കൊടുക്കുകയാണ്. കോട്ട് തീറ്റ കൊടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റന്റ് സൈഡ് എ ബൈ ഓപ്പോസിറ്റ് സൈഡ് ബി വരും. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. അതായത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡും വേണം, ഈ സൈഡും വേണം. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും വരുന്നത് ഏതാണ്? കോട്ടിലാണ്. അപ്പോൾ കോട്ട് തീറ്റ എ ബൈ ബി ആണ്. അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കൊടുക്കാം? ബി കോട്ട് തീറ്റ എന്ന് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ എനിക്കിവിടെ ഇതേ സംഭവം ഇവിടെ ഉപയോഗിച്ചൂടെ? ഇങ്ങനൊരു ട്രയാങ്കിൾ ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി കോട്ട് തീറ്റ ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആൽഫയുണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റിനെ ഇവിടെ കൊണ്ടുവരണം. അതായത് നമുക്ക് ഹൈറ്റിനെയും ബി എന്ന് പറയുന്ന വാല്യൂവിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഹൈറ്റിനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഇത്രയും സൈഡിനെ എനിക്ക് എന്ത് പറയാം? എച്ച് കോട്ട് ആൽഫ എന്ന് പറയും. ഇതേപോലെ ഇപ്പോൾ കോട്ട് ആൽഫ എടുത്തു കഴിഞ്ഞാൽ എച്ച് ബൈ കോട്ട് ആൽഫ എടുത്തു കഴിഞ്ഞാൽ ഈ ലെങ്ത് ബൈ എച്ച് ആണ്. അപ്പോൾ ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ കോട്ട് ആൽഫ ഇൻറ്റു എച്ച് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെയും കൊടുക്കാം. അതേപോലെ അവിടെ കൊടുക്കുന്ന സമയത്ത് ഇതെന്തായിരിക്കും? ഇത് എച്ച് കോട്ട് ആൽഫ ആണെങ്കിൽ ഇത് എച്ച് കോട്ട് ബീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ബി ഈക്വൽ ടു എച്ച് ഇൻറ്റു കോട്ട് ആൽഫ പ്ലസ് കോട്ട് ബീറ്റ എന്ന് എഴുതാം. എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് ബി ഡിവൈഡഡ് ബൈ കോട്ട് ആൽഫ പ്ലസ് കോട്ട് ബീറ്റ. ബി ഡിവൈഡഡ് ബൈ കോട്ട് ബീറ്റ പ്ലസ് കോട്ട് ആൽഫ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാണാതെ പഠിച്ചിട്ട് പോവുക. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പും കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. പഠിച്ചിട്ട് പോകും. സ്മാർട്ടായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ബലൂൺ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും. നോക്കിയത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ആയിട്ട് പറയണം. മസ്റ്റ് ആയിട്ട്. എങ്കിൽ എനിക്ക് അടുത്ത ക്ലാസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. എല്ലാവരും പറയണം, കമൻ്റ് ആയിട്ട് പറയണം. അപ്പോൾ ഈ ബലൂൺ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ ഐ ഓഫ് ആൻ ഒബ്സർവർ
ആൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ഇറ്റ്സ് സെന്റർ ഈസ് 30 ഡിഗ്രി. ദ ഹൈറ്റ് ഓഫ് ഇറ്റ്സ് സെന്റർ ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു ബലൂണിന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെറിവേഷൻ പഠിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ ഡെറിവ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ഡെറിവ് എടുക്കും, 1 മിനിറ്റ് കൂടുതൽ. അപ്പോൾ അതല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇറ്റ് സെന്റർ ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ആർ ഇതിനകത്ത് ഒരു ഇക്വേഷൻ പഠിക്കുള്ളൂ. ആർ കൊസീക് ആൽഫ ബൈ 2 സൈൻ ബീറ്റ. കൊസീക്കും സൈനുമാണ് ഉള്ളത്. കൊസീക് ആൽഫ ബൈ 2 സൈൻ ബീറ്റ. അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐയിൽ ഉണ്ടാക്കുന്ന. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ മേഡ് അറ്റ് ദ ഐ ഓഫ് ആൻ ഒബ്സർവർ. അതുപോലെ ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സെന്റർ. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സെന്റർ. ഇവിടെ നമുക്ക് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ കൊടുക്കാം? നമ്മുടെ ആൻസർ എച്ച് ഈക്വൽ ടു നമുക്ക് പറയാം ആർ ഇൻറ്റു, ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് ഓഫ് ദാറ്റ് ബലൂൺ. 3 ഇൻറ്റു കൊസീക്, ബ്രാക്കറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല, എല്ലാ ഒറ്റ പ്രോഡക്റ്റിൽ 3 ഇൻറ്റു കൊസീക് ആൽഫ 60 ആണ്. അപ്പോൾ 60/2 30 ഇൻറ്റു ആൽഫ ഈക്വൽ ടു ഇവിടെ 60 ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ 30 ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒബ്സർവറിന്റെ കണ്ണിലുണ്ടാക്കുന്ന ആംഗിള്, ബീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ സെന്റർ. അപ്പോൾ സൈൻ 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റെപ്പേ ഉള്ളൂ. 3 ഇൻറ്റു കൊസീക് 30 എന്ന് പറഞ്ഞാൽ 2 ആണ്. സൈൻ 30 1/2 ആണ്. 2 ഇതും വെട്ടിപ്പോയി. ആൻസർ എന്ത് കിട്ടും? 3 സെന്റിമീറ്റർ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്കാണ്. ഇതറിയാത്തവർ അവിടെ നിന്ന് ഡെറൈവ് ചെയ്തുകൊണ്ടിരിക്കും. സമയം കളയരുത്. ഫിഗർ ഒന്നും വരയ്ക്കേണ്ട, നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ പുതിയ പാറ്റേണിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ചോളുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഒരുപാട് പേര് പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞ് ഓടുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. സിലബസിലുള്ളത് പഠിക്കുക, ആദ്യം വൃത്തിയായിട്ട് അത് കംപ്ലീറ്റ് ആക്കുക. ഇതിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ക്രാഷ് കോഴ്സൊക്കെ എടുത്തവരാണെങ്കിൽ അത് മാത്രം പഠിക്കാം. പിന്നെ പുതിയ പാറ്റേണിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഈ ചാനലിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അത് പഠിച്ചുകൊണ്ട് പോവുക. അല്ലാതെ ചുമ്മാ പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞ് ഓടി നടക്കരുത്. അത് ചോദിക്കണമെന്ന് പോലുമില്ല. അപ്പോൾ സിലബസ് മാറാത്തിടത്തോളം കാലം ഈ പുതിയ പാറ്റേണിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴയത് പഠിച്ചത് വെച്ച് തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. പുതിയ ഇൻ്റർഫേസിലുള്ള മോക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെല്ലാ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.